എറണാകുളത്ത് 40,039 പേർ ആണ് ഇപ്പോൾ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ ആയിട്ടുള്ളത്. തൃക്കാക്കര അവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പ് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും. ഉമാ തോമസ് ജയിച്ച ഉപതെരഞ്ഞെടുപ്പ് പി ടി തോമസ് ആയിരുന്നു അവിടുത്തെ MLA എന്നത് അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്നാണ് ഭാര്യയായിട്ടുള്ള ഉമാ തോമസ് മത്സരരംഗത്തേക്ക് വന്നത്. അവിടെ ജോസഫിനെ സ്ഥാനാർത്ഥിയായി LDF ഒരു പരീക്ഷണം നടത്തിയെങ്കിലും വിജയിച്ചില്ല. അടുത്തത് തൃപ്പൂണിത്തറയാണ്. തൃപ്പൂണിത്തറയിൽ 36,419 പേരുടെ കുറവാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. തൃപ്പൂണിത്തറയും എടുത്തു പറയേണ്ടതാണ്. കാരണം കാലങ്ങളായി അവിടെ K. ബാബു ആയിരുന്നു വിജയിച്ചുകൊണ്ടേയിരുന്നത് തൃപ്പൂണിത്തറയിൽ. അങ്ങനെയാണ് M. സ്വരാജിനെ കളത്തിലിറക്കുകയും M. സ്വരാജ് മണ്ഡലം പിടിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ K. ബാബു മണ്ഡലം തിരിച്ചുപിടിച്ച സാഹചര്യമാണുള്ളത്. ഇവിടെ പരിശോധിക്കുമ്പോൾ ഈ എറണാകുളം, തൃക്കാക്കര, തൃപ്പൂണിത്തറ പോലെയുള്ള മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ അത് കോൺഗ്രസിന് എപ്പോഴും അനുകൂലമാകുന്ന ഇടങ്ങൾ ആണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഒരു മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ അവിടെ എപ്പോഴും കോൺഗ്രസിന് കൂടുതൽ അനുകൂലമാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രമൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇടതുപക്ഷത്തിന് കൃത്യമായ സാന്നിധ്യം ഉണ്ട് താനും. ഇതിലിപ്പോൾ ഈ തൃപ്പൂണിത്തറ ഒന്ന് നോട്ടീസ് ചെയ്യേണ്ടതാണ്. കാരണം ഈ തൃപ്പൂണിത്തറയിലേക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റിയിൽ BJP വലിയ ഫൈറ്റ് ആണ് നൽകിയത്. തൃപ്പൂണിത്തറ ഇഞ്ചോടിഞ്ച് പിടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം തൃപ്പൂണിത്തറ പോലെയുള്ള മണ്ഡലവും പ്രധാനപ്പെട്ടതാണ് എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഇനിയുള്ള ഡേറ്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറന്നത് സുരേഷ് ഗോപിയിലൂടെ ആയിരുന്നു എന്നത് നമുക്കെല്ലാം അറിയാം. സുരേഷ് ഗോപി അങ്ങനെ പാർലമെന്റിലേക്ക് എത്തുന്നു. കേരളത്തിൽ നിന്ന് ആദ്യമായി ലോക്സഭയിലേക്ക് ഒരംഗത്തെ BJP ടിക്കറ്റിൽ അല്ലെങ്കിൽ NDA ടിക്കറ്റിൽ അയക്കാൻ സാധിച്ചു എന്നതാണ്. ഇവിടെയാണ് ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങൾ എടുത്തു പറയേണ്ടത്. അതിൽ തന്നെ ഒല്ലൂർ, അവിടെ 30,346 പേരുടെ കുറവാണ് ഉള്ളത്. തൃശ്ശൂരിൽ 22,883, നാട്ടികയിൽ 22,983 എന്നിങ്ങനെയാണ് കണക്കുകൾ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇവിടെ ഓർമ്മിപ്പിക്കേണ്ടത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ തൃശ്ശൂരിന് കീഴിൽ വരുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിലും LDFിൻ്റെ ഒരു പടയോട്ടം തന്നെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. വലിയ മുന്നേറ്റം തന്നെയായിരുന്നു കാണാൻ സാധിച്ചത് എന്നത് പ്രേക്ഷകരെ ഒന്ന് ഓർമ്മിപ്പിച്ച് പോകേണ്ടതാണ്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയപ്പോൾ സാഹചര്യം മാറി. അവിടെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയക്കൊടി പാറിച്ചപ്പോൾ 4,12,000-ലധികം വോട്ടുകളാണ് സുരേഷ് ഗോപിക്ക് അവിടെ ലഭിച്ചത്. അവിടെ CPIയുടെ സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാറിന് 3,37,000 വോട്ടുകൾ ആണ് നേടാൻ സാധിച്ചത്. K. മുരളീധരൻ, അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം, പത്മജ വേണുഗോപാലിനെ പോലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് എത്തുന്നു. അവിടെയാണ് TN പ്രതാപനായിരുന്നു സിറ്റിംഗ് MP എങ്കിൽ പിന്നീട് അവിടേക്ക് K. മുരളീധരനെ എത്തിക്കുന്നു. അങ്ങനെ ഒരു കടുത്ത പോരാട്ടത്തിന് കോൺഗ്രസ് തയ്യാറായ തെരഞ്ഞെടുപ്പ് ആയിരുന്നു. പക്ഷേ അവിടെ വിജയക്കൊടി പാറിക്കാൻ സാധിച്ചു BJPക്ക് എന്നുള്ളതാണ്. അപ്പോൾ ഒല്ലൂർ, തൃശ്ശൂർ, നാട്ടിക ഉൾപ്പെടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വലിയ മേൽക്കൈ നേടിയ തെരഞ്ഞെടുപ്പ് നടന്ന നിയമസഭാ മണ്ഡലങ്ങളിലും ഈ SIRന് ശേഷമുള്ള വോട്ടർ പട്ടിക, കരട് വോട്ടർ പട്ടിക പരിശോധിക്കുമ്പോൾ വലിയ കുറവ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം ഒരു മണ്ഡലത്തിലേക്ക് കൂടി പോവുകയാണ്. അത് പാലക്കാടാണ്. പാലക്കാട് നമുക്കറിയാം, പലപ്പോഴായി പാലക്കാട് വലിയ പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. പ്രത്യേകിച്ച് രാധാകൃഷ്ണനെ പോലെയൊക്കെയുള്ള ആളുകൾ വലിയ തോതിൽ വോട്ട് പിടിക്കും എന്ന നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ് എന്നത് നമുക്ക് അറിയാം. നേരത്തെ തന്നെ ഒരുപക്ഷെ തിരുവനന്തപുരം പോലെ തന്നെ BJP പ്രതീക്ഷയർപ്പിക്കുന്ന ഒരു പ്രദേശം ആണ് പാലക്കാട്. കഴിഞ്ഞ കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലടക്കം BJP അവിടെ കരുത്ത് കാണിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഇപ്പോൾ പാലക്കാട് MLA വലിയ വിവാദത്തിലൊക്കെയാണ് എത്തി നിൽക്കുന്നത് എങ്കിൽ പോലും പാലക്കാട് BJPയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായും കണ്ണുള്ള നിയമസഭാ മണ്ഡലം തന്നെയാണ്. അവിടെ ഇതാ 23,507 വോട്ടുകളുടെ കുറവ് ആണ് സംഭവിച്ചിട്ടുള്ളത്. മലമ്പുഴ 29,039. നേരത്തെ ശ്രീ കൃഷ്ണകുമാറിനെ കുറിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത്. കൃഷ്ണകുമാറിനെ പോലെയുള്ള BJP നേതാക്കളൊക്കെ കാലങ്ങളായി അവരുടെ തട്ടകം എന്ന് തന്നെ പറയാവുന്നതാണ്. അങ്ങനെ വേരുറപ്പിക്കാൻ BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരിടങ്ങൾ ആണ് ഈ പാലക്കാടും മലമ്പുഴയുമെല്ലാം. അവിടെയും കുറവുണ്ടായിട്ടുണ്ട് എന്നത് എടുത്തു പറയേണ്ടതാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്
BV അരുൺ ആണ്. അരുൺ, SIR-ന് ശേഷമുള്ള കരട് വോട്ടർ പട്ടിക അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും സംബന്ധിച്ചിടത്തോളം പ്രധാനം തന്നെയാണ്. കാരണം എവിടെയാണ് ഈ അംഗങ്ങളുടെ കുറവുണ്ടായിട്ടുള്ളത്? തങ്ങൾക്ക് അനുകൂലമാകുന്ന അംഗങ്ങൾ ആണോ കുറവ് സംഭവിച്ചിട്ടുള്ളത്? ഇത്തരം വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ തന്നെ നിലനിൽക്കുന്ന ഒരു ആക്ഷേപം എന്നത് BJP മേൽക്കൈ നേടാൻ ശ്രമിക്കുന്ന മണ്ഡലങ്ങളിൽ, നിയമസഭാ മണ്ഡലങ്ങളിൽ വ്യാപകമായി വോട്ട് കുറഞ്ഞിരിക്കുന്നു എന്ന ഒരാക്ഷേപമുണ്ട്. പക്ഷേ മുഴുവൻ ഡേറ്റയും പരിശോധിച്ചാൽ അങ്ങനെ നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച എറണാകുളം ഉൾപ്പെടെയുള്ള, തൃക്കാക്കര ഉൾപ്പെടെയുള്ള നിയമസഭാ മണ്ഡലങ്ങളിലുമൊക്കെ വലിയ തോതിൽ കുറവുണ്ടായിട്ടുണ്ട്. ആരും തീർച്ചയായിട്ടും അഭിലാഷ് പറഞ്ഞ ഈ പട്ടികയിൽ ഉൾപ്പെടുത്താവുന്ന ചില മണ്ഡലങ്ങൾ കൂടിയുണ്ട്. അവിടെയും ഈ തൃശ്ശൂരിലെ ചില മണ്ഡലങ്ങൾ, തൃശ്ശൂരിൽ BJP ഒന്നാം സ്ഥാനത്തെത്തിയ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നാം സ്ഥാനത്തെത്തിയ മണ്ഡലങ്ങൾ, അതായത് ഒല്ലൂരിൽ 30,346, തൃശ്ശൂരിൽ 28,883, നാട്ടികയിൽ 22,983, ഇരിങ്ങാലക്കുടയിൽ 17,912, പുതുക്കാട് 18,489, മണലൂർ 19,573. ഈ രീതിയിൽ അവിടങ്ങളിലും വോട്ട് കുറഞ്ഞിട്ടില്ല. സ്വാഭാവികമായും നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ച വട്ടിയൂർക്കാവ് നിയമമൊക്കെ പോലുള്ള BJPക്ക് പ്രതീക്ഷയുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ വലിയ മുന്നേറ്റം BJPക്ക് ഈ സുരേഷ് ഗോപി ജയിച്ചതുകൊണ്ട് മാത്രമല്ല, ജില്ലയിൽ BJP സ്ഥായിയായ ഒരു വളർച്ച ഉണ്ടാക്കിയ ജില്ല കൂടിയാണ് തൃശ്ശൂർ. വലിയ പ്രതീക്ഷ അവർക്ക് ഇപ്പോൾ പല നിയമസഭാ മണ്ഡലങ്ങളിലും ഉണ്ട്. ഈ അവരുടെ ഒരുപക്ഷെ നിയമവും കഴക്കൂട്ടവും വട്ടിയൂർക്കാവുന്നും പോലെ അത്രയധികം അവർക്ക് പ്രാധാന്യം കൊടുക്കുന്ന മണ്ഡലങ്ങൾ അല്ലെങ്കിൽ പോലും തൃശ്ശൂർ BJP ഒരു പ്രതീക്ഷയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതീക്ഷയുള്ള സ്ഥലം തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ ഒരു മേൽക്കൈവർക്ക് ഉണ്ടാക്കാൻ കഴിയാതെ പോവുകയും ചെയ്തു. ആ മണ്ഡലങ്ങളിൽ കൂടി ഇത്തരം കണക്കുകളുണ്ട്. ഒരുപക്ഷെ CPM-ഉം കോൺഗ്രസും ഒക്കെ ആരോപിക്കുന്ന, ഭയപ്പെടുന്ന സാഹചര്യം അവിടെ കൂടി ഉണ്ടായേക്കാം. 24 ലക്ഷത്തോളം പേരാണ് ഈ പട്ടികയിൽ ഇപ്പോൾ ഒഴിവാക്കപ്പെട്ടത്. നേരത്തെ ഉണ്ടായിരുന്ന ഈ SIR മുമ്പുണ്ടായിരുന്ന പട്ടികയിൽ ഒഴിവാക്കപ്പെട്ടവർ. അതിൽ തന്നെ മരിച്ചുപോയ 6 ലക്ഷത്തിന് അധികം പേരുണ്ട്. മറ്റ് പല കാരണങ്ങളാൽ യുവാക്കളിൽ വലിയൊരു ഭാഗം വോട്ട് ചേർത്തില്ല എന്നൊരു സ്ഥിതിയുണ്ട്. അതൊക്കെ ഒരു പക്ഷേ ഇനിയുള്ള ഈ ഒരു മാസക്കാലം കൊണ്ട് അത് പരിഹരിക്കാൻ സമയമുണ്ട്. എങ്കിലും ഒരു 15 ലക്ഷത്തിലധികം ആളുകളെങ്കിലും പട്ടികയിൽ നിന്ന് പുറത്തു പോകും. അവിടെ ഈ ഒരു രാഷ്ട്രീയ പാർട്ടികൾ ഭയക്കുന്നത് പോലെയുള്ള ഈ കണക്കുകൾ പോലുള്ള അവസ്ഥയാണ് വരുന്നതെങ്കിൽ സ്വാഭാവികമായും ബീഹാർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ബീഹാറിൽ SIR വന്നപ്പോൾ ഉയർന്ന ആരോപണങ്ങൾക്ക് സമാനമായ ആരോപണം കൂടുതൽ ശക്തമാകും. ആ ഒരു ആശങ്കയാകാം ഒരുപക്ഷെ സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളും പങ്കുവയ്ക്കുന്നത്. ഏത് ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഈ SIR ധൃതി പിടിച്ച് നടപ്പാക്കരുത്, ഇവിടെ 20 ലക്ഷത്തോളം പേർ ഒഴിവാകുമെന്ന വാർത്തകൾ, അന്ന് ഇതൊരു സ്ഥിരീകരണം ഉണ്ടായിരുന്നു, മാധ്യമ വാർത്തകൾ മാത്രമായിരുന്നു. പക്ഷേ ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വാർത്താ സമ്മേളനം നടത്തി പുറത്തുവിട്ട പട്ടികയിലും ഏതാണ്ട് അതേ കണക്കുകൾ വരുമ്പോൾ അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ചെറുതല്ലാത്ത നെഞ്ചെടുപ്പ് ഉണ്ടാക്കുമെന്ന ഉറപ്പാണ്. BJP കേരളം പിടിക്കുമെന്ന് പറയുമ്പോൾ നമുക്കറിയാം BJPക്ക് രാഷ്ട്രീയമായ യാത്ര വളർച്ച കേരളത്തിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല. എല്ലാ സ്ഥലങ്ങളിലും മത്സരിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യം തദ്ദേശ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ്. ഒറ്റയ്ക്ക് കേരളം പിടിക്കാനായ ഒരു വളർച്ച BJPക്ക് രാഷ്ട്രീയമായി ഉണ്ടായിട്ടില്ല. പക്ഷേ പലയിടത്തും BJP അങ്ങനെയല്ല ഭരണത്തിലേക്ക് വന്നത്. അവിടെ പല തന്ത്രങ്ങൾ ഉപയോഗിച്ചു. അതിലൊരു തന്ത്രമാണിതെന്നാണ് CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ ആരോപണം. അത് ഒരു പരിധിവരെ മാത്രം ശരിവയ്ക്കുന്ന കണക്കുകളാണത്. ഇതിൽ കൂടുതൽ വിശദീകരണങ്ങൾ വരേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ട് ഇത് ഒഴിവായി എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമൊക്കെ മറുപടി പറയേണ്ടി വരും. രാഷ്ട്രീയ പാർട്ടികൾ എല്ലാ ശനിയാഴ്ചയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേരാറുണ്ട്. അവിടെയൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ ആവർത്തിച്ച് ഇത്തരം ആശങ്കകൾ പങ്കുവച്ചിരുന്നു. അത് ഇപ്പോഴെങ്കിലും ഒരു ശതമാനമെങ്കിലും ശരിയെന്ന് തോന്നുന്ന കണക്കുകളാണത്. പക്ഷേ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം, അതുകൊണ്ട് BJPക്ക് സാധ്യതയുള്ളതുകൊണ്ട് മാത്രം ഇത് വെട്ടിമാറ്റി എന്ന ഒരു വിലയിരുത്തലിലേക്ക് കടക്കാൻ സമയമായില്ല എന്നാണ് കരുതുന്നത്. ഏതായാലും അത്തരമൊരു ആശങ്കയ്ക്ക് ചെറിയ തരത്തിൽ അടിസ്ഥാനമുണ്ട് എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതാണ് SIR-ന് ശേഷമുള്ള കരട് പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ കരട് പട്ടികയിൽ നിന്ന് നിരവധി പേർ പുറത്താക്കപ്പെട്ട സാഹചര്യം ആണ് ഉള്ളത്. അതിന് പല കാരണങ്ങളുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മരണപ്പെട്ടവരുണ്ട്, തിരിച്ചറിയാൻ അല്ലെങ്കിൽ കണ്ടെത്താൻ പറ്റാത്തവർ ഉണ്ട്, സ്ഥലം മാറിപ്പോയവർ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള നിരവധി കാരണങ്ങൾ ഉണ്ട്. എന്തായാലും ഡേറ്റകൾ പ്രകാരം 24 ലക്ഷത്തിലധികം ആളുകൾ ഇപ്പോഴും പുറത്താക്കപ്പെട്ട പശ്ചാത്തലമുണ്ട്. അതേസമയം ഓരോരുത്തർക്കും അവരുടെ പേര് ഇപ്പോൾ പട്ടികയിൽ ഉണ്ടോ അല്ല എങ്കിൽ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പശ്ചാത്തലത്തിൽ എന്താണ് സ്വീകരിക്കേണ്ട നടപടികൾ, ഇത്തരം കാര്യങ്ങളിലെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തത വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ പേരില്ല എന്നതുകൊണ്ട് പേര് അന്തിമ പട്ടികയിൽ ഇല്ലാതാകുന്ന പശ്ചാത്തലമില്ല. പേര് നൽകുന്നതിന് നിരവധിയായ അവസരങ്ങളും സാധ്യതകളുമൊക്കെയുണ്ട്. ഓർക്കുക, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും പ്രധാനം എന്നത് ഈ വോട്ട് തന്നെയാണ്. അവിടെയാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ വിജയം. അതുകൊണ്ട് എല്ലാവരും 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവരും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുവാനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്.